സമ്മേളന സ്ഥലത്ത് ഉയർത്താനുള്ള കൊടിമര ജാഥ സഖാവ് ലാലുവിൻ്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നമ്മളെ കൊടിമര ജാഥ ആരംഭിക്കുകയാണ്. അതിനു മുമ്പായി സഖാവ് ലാലുവിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് നമ്മൾ പുതിയ ആരംഭിച്ച് അവിടെ നിന്നാണ് ഇത്രയും പെട്ടെന്ന് തന്നെ കൊടിമര ജാഥ ആരംഭിക്കുന്നത്. അപ്പോൾ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി സഖാക്കളെ ക്ഷണിക്കുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, മണ്ഡലം സമ്മേളനം സിന്ദാബാദ്, മണ്ഡലം സമ്മേളനം സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, സഖാവ് ലാലുകുമാർ സിന്ദാബാദ്, ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ഞങ്ങളിലൂടെ ജീവിക്കുന്നു, ലാലുകുമാർ ജീവിക്കുന്നു, മണ്ഡലം സമ്മേളനം സിന്ദാബാദ്, കൊടിമര ജാഥ സിന്ദാബാദ്, കൊടിമര ജാഥ സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. കൊടിമര ജാഥ രാജകുമാറിന്റെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി സഖാക്കളാണ് സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നാമനക്ഷത്രങ്ങളുടെ കൊടിമര ജാഥയെ അനുഗമിക്കുന്നത്. CPI ചടയമംഗലം മണ്ഡല സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള കൊടിമര ജാഥ സഖാവ് എം ലാൽകുമാറിൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് പുറപ്പെടുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി അല്പസമയത്തിനുള്ളകം ഈ കൊടിമര ജാഥ പാർട്ടിയുടെ മുതിർന്ന നേതാവും പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ ശ്രീ എ മുസ്തഫ ഉദ്ഘാടനം ചെയ്ത് ശ്രീ ബാബുരാജ് കൊടിമര ജാഥ ക്യാപ്റ്റൻ അതോടൊപ്പം ചടങ്ങുകളിൽ ലോക്കൽ കമ്മിറ്റി ജി അജയൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ എല്ലാവരും കൃത്യമായി കൊടികൾ കെട്ടിയിരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ കൊടിമര ജാഥ ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷനായി പാർട്ടിയുടെ പോരടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് പത്മകുമാർ അവരെ ആദരവൂർവ്വം ക്ഷണിക്കുകയാണ്. സഹകളെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി OP വിനോദിനെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള സഖാക്കളെ, നമ്മുടെ ജാഥ ഉടനെ തന്നെ ഇവിടുന്ന് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊടിമര ജാഥ ഇവിടുന്ന് ആരംഭിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഉദ്ഘാടകൻ സഖാവ് എ മുസ്തഫ, ഈ കൊടിമര ജാഥയുടെ ക്യാപ്റ്റൻ നമ്മുടെ സഖാവ് എം ബാബുരാൻ അവർകൾ, നമ്മുടെ ജാഥയുടെ ഡയറക്ടറായ പാർട്ടിയുടെ ചടയമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അജയൻ, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി മെമ്പർമാർ, നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സഖാവ് മിനി സുനിൽ തുടങ്ങി മുഴുവൻ സഖാക്കളെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ കൊടിമര ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എ മുസ്തഫയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ സഖാവ് ജെ പത്മകുമാർ, ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന സഖാവ് എം ബാബുരാജ്, ജി അജയൻ,
രണ്ട് എൽസികളുടെയും വിവിധ ബ്രാഞ്ചുകളിൽ നിന്ന് ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ, ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മുടെ പാർട്ടിയുടെ 25ാം കോൺഗ്രസ് ഈ വരുന്ന സെപ്റ്റംബർ 21 മുതൽ 25 വരെ തീയതികളിൽ ചണ്ഡീഗറിൽ വെച്ചാണ് ചേരുന്നത്. പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ ആരംഭിച്ചിട്ട് 2-3 മാസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ മണ്ഡലം സമ്മേളനം 10 മുതൽ 13 വരെയുള്ള തീയതികളിലായി നിലമേൽ പട്ടണത്തിൽ ചേരുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. ആ പഞ്ചായത്തിന്റെ ശക്തി പ്രകടനത്തോടുകൂടി ഈ പരിപാടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്കുള്ളിൽ കുറച്ചൊരു അനിശ്ചിതത്വം ഉണ്ടാക്കാൻ കഴിയുന്ന ചില വാർത്തകൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ മാസം 22-ാം തീയതി കാശ്മീരിലെ പഹൽഗാം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുള്ള ബൈസരണി എന്ന് പറയുന്ന കുന്നിൽ വെച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരത്തിന് വേണ്ടി അവിടെ എത്തിച്ചേർന്ന നിരപരാധികളായ 26 പേരെയാണ് ഭീകരവാദികൾ തോക്കിനിരയാക്കിയത്. ആ സംഭവം ഒരു വലിയ ഏറ്റുമുട്ടലേക്ക് ഇരു രാജ്യങ്ങളും കടന്നു പോകുമോ എന്ന ആശങ്ക ഇന്നലെ 3:30 മണിക്ക് മുമ്പ് വരെയുള്ള സമയം നിലനിന്നിരുന്നു. വൻ ശക്തികളായിട്ടുള്ള 2 രാജ്യങ്ങൾ ആധുനിക യുദ്ധോപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് യുദ്ധത്തിലേർപ്പെട്ടാൽ ഉണ്ടാകാവുന്ന സംഭവങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ ബൈസരണിയിൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ആരതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊച്ചി ഇടപ്പള്ളിയിലെ രാമചന്ദ്രന്റെ മകളാണ്. ആ കുട്ടിയും ഇരട്ടകളായ 2 കുട്ടികളും അതിൻ്റെ അമ്മയും രാമചന്ദ്രനും കൂടിയാണ് ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി അവിടെ എത്തിച്ചേർന്നത്. അതിൻ്റെ മുന്നിൽ വെച്ചാണ് അമ്മയ്ക്ക് അടുത്ത കാലത്ത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഈ കുന്നിൻ ചരിവിൽ കയറാൻ കഴിയാത്തത് കൊണ്ട് കുതിരയുടെ പുറത്ത് കുതിരസവാരി വഴി വേണം അവിടെ ചെല്ലാൻ. അവർ ഹോട്ടൽ കഴിഞ്ഞിരുന്നു, ബാക്കിയുള്ളവരാണ് പോകുന്നത്. അതിൻ്റെ മുന്നിൽ വെച്ചാണ്, ഈ ആരതിയുടെ മുന്നിൽ വെച്ചാണ്, നിങ്ങൾ കണ്ടതാണല്ലോ, ഈ ഭീകരവാദികൾ ആ രാമചന്ദ്രന് നേരെ തോക്കുതീർക്കുന്നു. ഒടുവിൽ അവരെ സഹായികളായ കാറിന്റെ ഡ്രൈവറും അയാൾ ആവശ്യപ്പെട്ട് വന്ന മറ്റൊരു ചെറുപ്പക്കാരനും കൂടി ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും കുറിച്ച് ആരതി അവിടം വിട്ട് കേരളത്തിലേക്ക് പോരുമ്പോൾ പറഞ്ഞത്, എനിക്ക് 2 സഹോദരന്മാരുണ്ട്. അവരിന് കാശ്മീരിൽ സഫീറും മറ്റൊരാളും. എത്ര അഭിമാനത്തോടു കൂടിയാണ് അങ്ങനെ ഒരു വാചകം ഈ 2 ചെറുപ്പക്കാരെ കുറിച്ച് പറയാൻ ആ കുട്ടിക്ക് തോന്നിയ വികാരങ്ങളിലേക്കൊക്കെ നാം ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സമാധാനവും കാത്തുരക്ഷിക്കുന്ന കാര്യത്തിൽ യാതൊരു മത, ജാതി, വർഗ ചിന്തകളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി ഒരു കുടത്തിന്റെ കീഴിൽ അണിനിരക്കുന്ന മാതിരിയുള്ള ഐക്യം ഈ കടന്നുപോയ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. അതുകൊണ്ട് സഖാക്കളെ, ഈ
പരിപാടി ഇങ്ങനെ വേണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ചെല്ലാമുള്ള ചില അഭിപ്രായങ്ങൾ വന്നിരുന്നു. പാർട്ടി അക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചു. ഒടുവിൽ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും ഒക്കെ വളരെ ആഴത്തിലുള്ള ഇടപെടലുകളെ തുടർന്ന് ഈ സാഹചര്യങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുന്ന തരത്തിലുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരും മറ്റ് ഭരണാധികാരികളും ഒക്കെയായി കൂടിയാലോചിച്ച് തൽക്കാലത്തേക്ക് അങ്ങനെ പോകാൻ കഴിയില്ല എന്ന തക്കതായ താക്കീതോടുകൂടി ആ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു വലിയ ആശ്വാസമാണ്. അപ്പോൾ പശ്ചാത്തലം മാറി, സാഹചര്യം മാറി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾക്ക് മുൻപ് തീരുമാനിച്ചിരുന്ന എങ്ങനെയാണോ അതേമാതിരി ആ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള അനുമതി നമുക്ക് ലഭിച്ചത്. ഇതോടൊപ്പം തന്നെ റോഡ് വിളയിൽ നിന്നും, വെളിനല്ലൂർ പഞ്ചായത്തിലെ റോഡ് വിളയിൽ നിന്നും ചെറുവക്കലിൽ നിന്നും 2 ജാഥകൾ പുറപ്പെട്ടു കഴിഞ്ഞു. റോഡ് വിളയിലെ സഖാവ് അമൃത് ലാലുവിനെ പോലെ കഴിഞ്ഞ സമ്മേളന കാലഘട്ടം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ചെറുപ്പക്കാരനാണ്, മരിക്കുമ്പോൾ ജനപ്രതിനിധിയാണ്. ആ സഖാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുമാണ് ഈ കൊടിമരത്തിൽ ഉയർത്തുവാനുള്ള പതാക കൊണ്ടുവരുന്നത്. ആ പതാകയും ഏറ്റുകൊണ്ടുള്ള ജാഥ ഏതാനും നിമിഷങ്ങൾക്കകം ഇതേപോലെ തന്നെ ചടയമംഗലത്ത് ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേരുകയാണ്. തൊട്ടിപ്പുറത്ത് ഇളമാട് പഞ്ചായത്തിലെ ചെറുവക്കൽ വെച്ച് ഈ സമ്മേളനത്തിൽ സ്ഥാപിക്കുവാനുള്ള 2 ബാനറുകൾ, ഒന്ന് സഖാവ് വി കരുണാകരൻ നായർ, കടന്നുപോയ കാലങ്ങളിലെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളരെ ചങ്കുറപ്പുള്ള, വേണ്ടി വന്നാൽ വി പ്രഭാകരനെ പോലെ ഇടവും വലവും നിന്ന് ഈ പാർട്ടിയെ നയിച്ചിരുന്ന ആ പ്രഗത്ഭനും ധീരനുമായിരുന്ന സഖാവ് വി കരുണാകരൻ നായരുടെയും സഖാവ് MC മത്തായിയുടെയും വീടുകളിൽ നിന്നാണ്, സ്മൃതി കേന്ദ്രങ്ങളിൽ നിന്നാണ് ആ ബാനറുകൾ കൊണ്ടുപോരുന്നത്. അവരും മറ്റവർക്ക് തൊട്ട് പിന്നാലെയായി സഞ്ചരിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും അവിടെ എത്തിച്ചേരുമ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ ഈ കൊടിമര ജാഥ, നിങ്ങൾക്കറിയാം ലാലുവിനെ കുറിച്ച് കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പായിരിക്കും ലളിതമായ ചടങ്ങാണെങ്കിൽ പോലും ഇവിടെ വിങ്ങി പൊട്ടിക്കൊണ്ടൊക്കെ ചില സഖാക്കൾ സംസാരിക്കുകയുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സഖാവ് ലാലു നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഈ മേഖലയിലെ കരുത്തനായ ഒരു യുവ പോരാളിയായി, വിദ്യാർത്ഥിയായി കാലം മുതൽ ഈ പ്രസ്താവന അർപ്പിച്ചിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒന്നും ഇത്തരുണത്തിൽ ഞാൻ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രായത്തെക്കാൾ അല്പക്കൂടെ കുറഞ്ഞവരുമായ ഒരുപാട് ചെറുപ്പക്കാർ ഇതിനകമ്പടി സേവിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. അവർക്കെല്ലാം സഖാവ് ലാലുമായിട്ടുണ്ടായിരുന്ന വൈകാരികമായ ബന്ധങ്ങൾ അവരൊക്കെ തന്നെ ഓർത്ത് പുതുക്കട്ടെ എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നു. ആ സഖാവിന്റെ ഓർമ്മകൾ തുടിക്കുന്ന ഈ സ്മൃതി കേന്ദ്രത്തിൽ നിന്നുമാണ് ഈ കൊടിമരം നിലമേലേക്ക് പുറപ്പെടാൻ പോകുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന 2 സഖാക്കളെ കുറിച്ചും ഞാൻ പറഞ്ഞു. പാർട്ടിയുടെ അമരക്കാരായി ഈ പഞ്ചായത്തിലെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന സഖാവ് ലാലുകുമാറിന്റെയും സഖാവ് അജയന്റെയും ആ സഖാക്കളുടെ സഹപ്രവർത്തകരുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ഈ ജാഥ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നത്. നമ്മുടെ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്കറിയാം, ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ പുരോഗമന ശക്തികളുടേതായിട്ടുള്ള വിശാലമായ ഒരു യോജിപ്പും ഐക്യവും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ സമ്മേളനത്തിലെ നമ്മുടെ പ്രമേയത്തിന്റെ കാതൽ. ഇപ്പോൾ മധുരയിലെ അവസാനിച്ച CPIM-ന്റെ പാർട്ടി കോൺഗ്രസിലെയും പ്രമേയത്തിന്റെ കാതലതാണ്. ചണ്ഡീഗഡിൽ ചേരാൻ പോകുന്ന നമ്മുടെ പാർട്ടിയുടെയും പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിലെ കാതൽ അതുതന്നെയായിരിക്കും. അപ്പോ BJP-യെയും സംഘപരിവാർ ശക്തികളെയും സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ഫാസിസ്റ്റ് അജണ്ടകൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഏതെല്ലാം വിധത്തിൽ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിന്റെയൊക്കെ നിരവധിയായ കാര്യങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇവിടെ ഞാനിപ്പോ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP-ക്കെതിരായിട്ടുള്ള അവരുടെ ഇത്തരം ഹീനമായ ഈ ഫാസിസ്റ്റ് പ്രവണതകൾക്കെതിരായിട്ടുള്ള
യോജിച്ച ഐക്യത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. അതിന് ഈ മണ്ഡലം സമ്മേളനം നമ്മളെ എത്രത്തോളം സഹായിക്കും? തീർച്ചയായും ചടയമംഗലം പാർട്ടിയുടെ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള നാളെ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിലെയും സംഘടനാ റിപ്പോർട്ടിലെയും വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ നമ്മുടെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന രേഖകളായി അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ആ അവതരിപ്പിക്കുന്ന രേഖകൾ കീറിമുറിച്ച് വേണ്ടതുപോലെ പരിശോധിച്ച് അതിന് സമൂർത്തമായ ഒരു രൂപം കൊടുക്കുവാൻ ഈ സമ്മേളനത്തിന് സാധിക്കും. ആ നിലയിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ ഇതെല്ലാം ഒരു വഴികാട്ടിയാകട്ടെ എന്ന് മാത്രം ഇത്തരണത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ എല്ലാവരുടെയും അനുഗ്രഹാശിസുകൾ ഈ ചടങ്ങിന് ഈ നിമിഷം ഇവിടെ ഉണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ കൊടിമര ജാഥ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ ചടങ്ങ് നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൊടിമരത്തിൽ ഞാൻ പോയി തുടർന്നോ? ഇങ്ങോട്ട് വരെ CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങളുടെ ഭാഗമായി ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന്റെ കൊടിമര ജാഥ അല്പസമയത്തിനുള്ളിൽ പുത്തുമ്പ ലാലുകുമാർ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിക്കും. പ്രത്യേക അറിയിപ്പ് സജാക്കളുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഈ ജാഥയുടെ ഏറ്റവും മുന്നിലായി പൈലറ്റ് വാഹനവും അതിന് തൊട്ടുപിറകിലായി 2 വരികളിലായി നമ്മുടെ ബൈക്കുകളും സഞ്ചരിക്കണം. ആ ബൈക്കിന്റെ ഏറ്റവും മുന്നിലായി സഖാവ് സജീവിന്റെയും സഖാവ് മനോജിന്റെയും ബൈക്കുകൾ നമ്മുടെ പൈലറ്റ് വാഹനത്തിന് തൊട്ടുപിറകിലായി ഉണ്ടാകണം. അതിനു പുറകിൽ നമ്മുടെ മറ്റ് സഖാക്കൾ 2 വരിയായി വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ജാഥയിൽ അനുഗമിക്കണമെന്ന് അറിയിക്കുകയാണ്. അവരെവിടെ നിൽക്കുന്നത്? ഹലോ 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 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചടയമംഗലം മണ്ഡല സമ്മേളനത്തിൽ ഉയർത്തുവാനുള്ള കൊടിമര ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ചടയമംഗലം മണ്ഡല സമ്മേളനത്തിൽ നഗരിയിൽ ഉയർത്തുവാനുള്ള കൊടിമര ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവേദികളിൽ ആവേശത്തിന്റെ അനുകടൽ സമ്മാനിച്ചുകൊണ്ട് ചടയമംഗലം മണ്ഡല സമ്മേളനത്തിൽ മണ്ഡല സമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള ഈ കുടുംബ ജാഥയാണ് ഈ വാഹനത്തിന് തൊട്ടുപിന്നാലെ നൂറുകണക്കിന് സഖാക്കളിലേക്കുള്ള
ദൗത്യനാരികളുടെ അകമ്പടികളുടെ കടന്നുകടന്നത ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ടാണ് 25 CPIയുടെ 25 പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി ജനീകുളം മണ്ഡല സമ്മേളനത്തിൽ ഏർപ്പെടാനുള്ള ജനപരം പരീക്ഷകളുള്ള സമ്മേളന നഗരത്തിൽ ഏർപ്പെടാനുള്ള കുടുംബ ജാഥയാണ് ഈ നാടകത്തിന് പിന്നാലെ കടന്നു വരുന്നത്. മണ്ഡല സമ്മേളനത്തിലാണ്